നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു കുടുംബത്തിലെ 5 അംഗങ്ങളുടെ അസ്വാഭാവിക മരണത്തിന്റെ ഞെട്ടലിലാണ് കർണാടക ജില്ലയിലെ ചിത്രദുർഗ. 4 വർഷത്തോളമായി പൂട്ടിക്കിടക്കുന്ന വീട്ടിൽ നിന്ന് കിട്ടിയത് 5 അസ്ഥികൂടങ്ങളാണ്. 2019 മുതൽ അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ ദാരുണ സംഭവം നടന്നിട്ട് അയൽവാസികളോ ബന്ധുക്കളോ വിവരം അറിഞ്ഞില്ലെന്ന് മാത്രമല്ല ഇവരെക്കുറിച്ച് അന്വേഷിക്കുക പോലും ചെയ്തില്ല എന്നതാണ് ഏറെ ദുരൂഹം. ടൗണിനോട് ചേർന്നാണ് ഇവരുടെ വീട്. എന്നിട്ട് പോലും വിവരം പുറത്തറിയാൻ വർഷങ്ങളെടുത്തു. സാമ്പത്തികമായി മികച്ച നിലയിലായിരുന്നു ഈ കുടുംബം എന്നാണ് അയൽവാസികളും ബന്ധുക്കളും നൽകുന്ന വിവരം. വീട്ടിൽ നിന്ന് ഒരു കുറിപ്പ് കണ്ടെത്തിയെങ്കിലും അതിൽ തീയതിയോ ഒപ്പോ ഇല്ല. ഗവൺമെന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി വിരമിച്ച ജഗന്നാഥ റെഡ്ഡിയും കുടുംബവുമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. ജഗന്നാഥ റെഡ്ഡിക്ക് പുറമെ ഭാര്യ പ്രേമാവതി, മക്കളായ ത്രിവേണി, കൃഷ്ണ റെഡ്ഡി, നരേന്ദ്ര റെഡ്ഡി എന്നിവരാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. ഇവർക്ക് മഞ്ജുനാഥ് എന്ന പേരിൽ മൂത്തൊരു മകൻ കൂടി ഉണ്ടായിരുന്നതായി പോലീസ് അറിയിച്ചു. ഇയാൾ 2014 ഒരു അപകടത്തിൽ മരിച്ചു. 2019 ജാനുവരിയിലാണ് മരണം നടന്നിരിക്കുന്നതെന്നാണ് പോലീസ് നിഗമനം. വീട്ടിൽ നിന്ന് കണ്ടെടുത്ത 5 അസ്ഥികൂടങ്ങൾക്ക് പുറമെ ഒരു പട്ടിയുടെ അസ്ഥികൂടവും ഉണ്ടെന്നാണ് വിവരം. കുടുംബാംഗങ്ങൾ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതായിരിക്കാമെന്നും ഈ ഭക്ഷണം കഴിച്ച് പട്ടിയും ചത്തിരിക്കാമെന്നാണ് നിലവിലെ അനുമാനം. കഴിഞ്ഞ ദിവസം മദ്യലഹരിയിൽ ഇവിടെ എത്തിയ അയൽവാസി ഇവരുടെ വീടിന്റെ മുറ്റത്ത് തലയോട്ടി കിടക്കുന്നത് കണ്ട് നിലവിളിച്ചോടിയതോടെയാണ് കൂട്ടമരണം പുറംലോകമറിഞ്ഞത്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് നടത്തിയ പരിശോധനയിൽ ആദ്യം കണ്ടെത്തിയ 3 അസ്ഥികൂടങ്ങളാണ്. ഫോറൻസിക് ടീം നടത്തിയ വിശദമായ പരിശോധനയിലാണ് പിന്നീട് 2 അസ്ഥികൂടങ്ങൾ കൂടി കണ്ടെടുത്തത്. അസ്ഥികൂടങ്ങളെല്ലാം കിടക്കുന്ന രീതിയിലായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു. ഇതിൽ 4 എണ്ണം ഒരു മുറിയിലും ഒരെണ്ണം മറ്റൊരു മുറിയിലുമാണ് കിടന്നിരുന്നത്. ഒരു മുറിയിലെ 4 എണ്ണത്തിൽ 2 എണ്ണം ബെഡിലും ബാക്കി 2 എണ്ണം നിലത്തുമാണ് കിടന്നിരുന്നത്. 2019 ജൂണിന് ശേഷം കുടുംബത്തിൽ ആരെയും പുറത്ത് കണ്ടില്ലെന്നാണ് അയൽക്കാരുടെ മൊഴി. ആരെങ്കിലും ഇവരുടെ വീട്ടിൽ ചെന്നാൽ വാതിൽ തുറക്കാതെ ജനലിലൂടെ സംസാരിക്കുന്നതായിരുന്നു രീതി. ഇവരുമായി 12 വർഷത്തിലധികമായി യാതൊരു ബന്ധവുമില്ലായിരുന്നുവെന്ന് ബന്ധുക്കളും പറയുന്നു. ദീർഘകാലം വീട് അടഞ്ഞുകിടക്കുകയും ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാതെ വരികയും ചെയ്തിട്ടും 2 കൂട്ടരും ഒരു വിധത്തിലും അന്വേഷിച്ചില്ല എന്നത് പോലീസ് പൂർണ്ണമായി മുഖവിലക്കെടുത്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് ചിത്രദുർഗ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വീടിന്റെ പിന്നിലെ വാതിൽ തകർന്ന നിലയിലാണ്. ഇതിലൂടെ അകത്ത് കടന്ന നായ്ക്കളാകാം മൃതദേഹങ്ങൾ കടിച്ചു വലിച്ച് പുറത്തിട്ടെന്നാണ് നിഗമനം. അതേസമയം വീടിനകത്ത് മോഷണം നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ട്. ഇത്രയും കാലം വീട്ടിലുള്ളവരെ പുറത്ത് കാണാതിരുന്നിട്ടും പോലീസിനെ വിവരം അറിയിക്കാതിരുന്ന അയൽവാസികളുടെ നടപടികളിലും പോലീസിന് സംശയം ഉയർത്തിയിട്ടുണ്ട്. കോവിഡ് കാലത്തായിരുന്നു മരണം എന്നതിനാൽ അതുമായി ബന്ധപ്പെട്ട സാധ്യതകളും അധികൃതർ പരിശോധിക്കുന്നുണ്ട്. ത്രിവേണിക്ക് സുഷുമ്ന നാഡി സംബന്ധമായ അസുഖം മൂലം നാളുകളായി നടുവേദന ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഇവരുടെ വിവാഹം നടന്നില്ല. മൂത്ത സഹോദരി അവിവാഹിതയായി തുടരുന്നതിനാൽ സഹോദരന്മാരും വിവാഹം കഴിച്ചിട്ടില്ല. പ്രേമലതയും നിത്യരോഗിയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇവരുടെ ചികിത്സയ്ക്കായി ഒരുപാട് പണം മുടക്കിയിരുന്നു. കാര്യമായ ഫലം ഉണ്ടായില്ലെന്ന് മാത്രം. മക്കളിൽ ഒരാളായ നരേന്ദ്ര രാമനഗര ജില്ലയിലെ ബിഡഡി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കള്ളക്കേസിൽ ഉൾപ്പെട്ടിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം വാഹനമോഷണത്തിൽ പങ്കാളിയായെന്നാണ് കേസ്. പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് നരേന്ദ്ര റെഡ്ഡി കുറച്ചു ദിവസം ജയിൽവാസവും അനുഭവിച്ചു. സമൂഹത്തിൽ ഉന്നത നിലയിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിന് ഈ കേസ് വലിയ ക്ഷീണം ഉണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ.